വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 49 മുതൽ 53 വരെയുള്ള തിരുവചനങ്ങൾ. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. ഓർമ്മിക്കുക, മാതൃവണക്കത്തിന് നിരവധി കാരണങ്ങളുണ്ട്. നല്ല അമ്മ, സഹനത്തിന്റെ പുത്രി, കുടുംബിനികളുടെ മാതൃക, സ്വർഗീയ മധ്യസ്ഥ തുടങ്ങിയ വിശേഷണങ്ങൾ പരിശുദ്ധ മറിയത്തിന് നൽകാനാവും. ലുത്തിനിയയിൽ സൂചിപ്പിക്കുന്ന വിശേഷണങ്ങൾ വേറെയും. സഭാപിതാക്കന്മാരും വിശുദ്ധ വേദ പണ്ഡിതന്മാരും മറിയത്തിന്റെ അപദാനങ്ങൾ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധ മറിയത്തിന്റെ സ്വസ്ത്രഗീതവും മറിയത്തിന്റെ മഹത്വത്തെ വ്യക്തമാക്കുന്നു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. പരിശുദ്ധ അമ്മയുടെ മഹത്വത്തിന് കാരണം അവൾ മഹത്കാര്യങ്ങൾ ചെയ്തു എന്നല്ല, ശക്തനായ ദൈവം അവളെ മഹത്കാര്യങ്ങൾ ചെയ്തു എന്നതാണ്. ദൈവത്തിന് പ്രവർത്തിക്കാൻ തക്കവിധം പരിശുദ്ധ മറിയം സ്വയം സമർപ്പിച്ചു. സഭയുടെ വിശ്വാസം എന്താണ് പരിശുദ്ധ മറിയത്തെ പറ്റി പറയുന്നത്? വിശ്വാസ പ്രമാണത്തിന്റെ ആരംഭം ദൈവത്തിന്റെ മനുഷ്യ അവതാരത്തിലുള്ള വിശ്വാസത്തിന്റെ പ്രഘോഷണമാണല്ലോ. സർവശക്തനും സകലത്തിന്റെയും സൃഷ്ടാവുമായ പിതാവിനോട് സമനുമായിരുന്നവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നതാണ് വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയുന്നത്. നമ്മുടെ വിശ്വാസത്തിൽ അപരിചിതർക്ക് മനസ്സിലാക്കാൻ ഏറ്റവും അസാധ്യമായ സത്യവും ഒരു കന്യകയിൽ നിന്നുള്ള ദൈവപുത്രന്റെ ജനനമായിരിക്കും. മനുഷ്യനായി അവതരിച്ചു എന്നതിനേക്കാൾ മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമാണ് സർവശക്തനായവൻ സാധാരണ ഒരു സ്ത്രീയിൽ നിന്ന് മനുഷ്യനായി പിറന്നു എന്നത്. ഇതാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജീവിത മഹത്വത്തിന് ഏറ്റവും വലിയ അടിസ്ഥാനം. രക്ഷാകര ചരിത്രത്തിൽ ദൈവത്തിന് മനുഷ്യന്റെ രൂപം നൽകാൻ കഴിഞ്ഞു എന്നതാണ് പരിശുദ്ധ മറിയം അനുഗ്രഹീതയും ഭാഗ്യവതിയും വണക്കത്തിന് യോഗ്യവുമായി തീർന്നതിനു കാരണം. നമുക്കും ഈ അമ്മയുടെ ജീവിതത്യാഗവും മാതൃകയും പിൻചെല്ലുവാൻ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. അതിനുള്ള കൃപാവരം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആകാശനീലിമ പോലെ അഴകുള്ള റാണിയമമ്മേ, അശരണരാ ഞങ്ങളിൽ നീ ആലംബമായി വഴി കാട്ടണേ. അരികിൽ ആശ്വാസമേകാം അമ്മേ, അമ്മേ സ്വർണാലയമേ, അമ്മേ അമ്മേ പൊൻതാരകമേ, അമലേ മനോഹരി അമ്മേ, അലിവാർന്ന സ്നേഹത്തിൻ തായി, ആകാശനീലിമ പോലെ അഴകുള്ള റാണിയമമ്മേ.
പാതയിൽ കരുതി നിനക്കേകാൻ കഥനങ്ങളും കരയുമൻ കണ്ണീരിൻ തുള്ളിയിൽ കാണുന്നു നിന്നിലെ കാരുണ്യവും കന്മഷമെല്ലാം കഴുകിടുവാൻ കാവലായി നീ വരണേ കാലങ്ങളോളം വാഴ്ത്താം. അമ്മേ അമ്മേ സ്വർണാലയമേ, അമ്മേ അമ്മേ പൊൻതാരകമേ, അമലേ മനോഹരി അമ്മേ, അലിവാർന്ന സ്നേഹത്തിൻ തായേ, ആകാശനീലിമ പോലെ അഴകുള്ള റാണിയമമ്മേ. കാനായിൽ നിൻമൊഴിയാലേ കൽഭരണി നിറഞ്ഞൊഴുകി, കാൽവരിയിൽ നിൻമനം തേങ്ങി, ക്രൂശിലായി ചെഞ്ചോര തൂകി, ക്രൂശിതനായി പിറന്നൊരമ്മ, കനലിൻ വഴിയേ നടന്നൊരമ്മ, കടലോളം വാത്സല്യമമ്മ. ആകാശനീലിമ പോലെ അഴകുള്ള റാണിയമമ്മേ, അശരണരാ ഞങ്ങളിൽ നീ ആലംബമായി വഴി കാട്ടണേ, അരികിൽ ആശ്വാസമേകാൻ. അമ്മേ അമ്മേ സ്വർണാലയമേ, അമ്മേ അമ്മേ പൊൻതാരകമേ, അമലേ മനോഹരി അമ്മേ, അലിവാർന്ന സ്നേഹത്തിൻ തായേ, ആകാശനീലിമ പോലെ അഴകുള്ള റാണിയമമ്മേ.